എൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്നല്ലേ, ഇതാണ് പൊട്ട് വെള്ളരി. ഇത് സാധാ വെള്ളരി പോലെയല്ല കേട്ടോ. ഇതിനെ നമ്മളെ കത്തി കൊണ്ടൊന്നും മുറിക്കേണ്ട ആവശ്യമില്ല, കൈ കൊണ്ട് തന്നെ സിമ്പിളായിട്ട് പൊളിച്ചെടുക്കാം. അതുകൊണ്ടായിരിക്കും ഇത് പൊട്ട് വെള്ളരി എന്ന് പേര് വന്ന്. ഇതുകൊണ്ടേ നമുക്ക് നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. ഈ ചൂടുകാലത്തെ പൊട്ടുവെള്ളരി കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു റിഫ്രഷ്മെൻറ്റും കൂളിങ്ങും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പൊട്ടുവെള്ളരി ഞാൻ 2 കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലുപ്പമുള്ളതായിരുന്നു. ഇത് കത്തി കൊണ്ട് മുറിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കൈ കൊണ്ട് തന്നെ പൊളിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞെങ്ങി വരും, കണ്ടില്ലേ? ഇത് അടർത്തി എടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കൈ കൊണ്ട് തന്നെ ഉരിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യം അതിൻ്റെ കുരു ഉണ്ടല്ലോ, അതൊരു ടീസ്പൂൺ ഉപയോഗിച്ച് ഒന്ന് സ്കൂപ്പ് ചെയ്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ 2 കഷ്ണത്തിൻ്റെയും ഉള്ളിലുള്ള കുരു ഫുള്ള് മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കണം. അപ്പം നമുക്ക് അതിലേക്ക് ആദ്യം 2 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഫ്ലേവറിനാണ്. ഇനി ഏലക്ക ഇല്ലെങ്കിൽ വാനില എസൻസോ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നമ്മുടെ പൊട്ടുവെള്ളരിയുടെ ഉള്ളിലത്തെ വൈറ്റ് ഭാഗമല്ലേ, അത് നമുക്ക് ടീസ്പൂൺ കൊണ്ട് ഒന്നിങ്ങനെ സ്കൂപ്പ് ചെയ്തിടാം. അതല്ലെങ്കിൽ കൈ കൊണ്ട് തൊലി പൊളിച്ച് കളഞ്ഞ് ബാക്കിയുള്ള ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇതിലേക്ക് നമുക്ക് വെറുതെ വെള്ളം ഒഴിച്ച് മധുരമിട്ട് ജ്യൂസാക്കി എടുക്കാം. അതല്ലെങ്കിൽ പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഒഴിച്ച് നമുക്ക് ജ്യൂസാക്കി എടുക്കാം കേട്ടോ. ഏതായാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഞാനിവിടെ ഇത് എല്ലാം സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയാണ്. ഞാൻ ഇവിടെ കുറച്ച് പഞ്ചസാരയും കുറച്ച് മിൽക്ക് മെയ്ഡോ ചേർക്കണേ. ഒന്നും കൂടെ ടേസ്റ്റ് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മിൽക്ക് മെയ്ഡ് ചേർത്തത്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തപ്പോൾ ഈ സംഭവം വേറെ ലെവലായി, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് തണുത്ത പാലാണ്. കുറച്ച് മാത്രമേ ചേർത്തുള്ളൂ, അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നന്നായിട്ടൊന്ന് അത് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അതിന് ശേഷം നമ്മൾ ബാക്കി ആവശ്യത്തിന് പാലും പിന്നെ കുറച്ച് തണുത്ത വെള്ളവും ചേർക്കുന്നുണ്ട്. ഇവിടെ അധികം തണുവ് പറ്റാത്ത കാരണം ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് അടിച്ചാലും മതി. എന്നിട്ട് ഇതേ വീണ്ടും അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മളൊന്ന് അരിച്ച് മാറ്റുകയാണ്. കാരണം ഏലക്കയുടെ തൊണ്ടും ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യണം. പിന്നെ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കുടിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയുമില്ല. നല്ല ടേസ്റ്റുമാണ്, നല്ലൊരു കൂളിങ്ങും നമുക്ക് കിട്ടും. ഈ ചൂടത്തെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇത് മസ്റ്റ് ട്രൈ ആണ്. പൊട്ടുവെള്ളരി കിട്ടുകയാണെങ്കിൽ എല്ലാവരും വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. താങ്ക്